ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. അതിനായി ഒരു പഴുത്ത പൈനാപ്പിൾ എടുത്ത് ചതുര കഷ്ണങ്ങളായി മുറിക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചതുര കഷ്ണങ്ങളായി മുറിച്ച പൈനാപ്പിൾ അതിൻ്റെ അകത്തോട്ട് ഇടുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 2-3 എരിവുള്ള മുളക് ചേർക്കുക. ഇതിനായി മുളകും കൂടെ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ശർക്കര പാനി ചേർക്കുക. പൈനാപ്പിൾ പച്ചടിക്ക് ഒരു മധുരം നൽകാനാണ് നമ്മൾ ശർക്കര പാനി ചേർക്കുന്നത്. അപ്പം തിളപ്പിക്കാനായി നമ്മൾ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചെറു ചൂടിൽ തിളപ്പിച്ചെടുക്കുക. അടുപ്പ് വെച്ച് മൂടി വേണം തിളപ്പിക്കാൻ. പൈനാപ്പിൾ കഷ്ണങ്ങൾ വേവുന്ന സമയം നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലോട്ട് ആഡ് ചെയ്യേണ്ട മെയിൻ ചേരുവകൾ ഉണ്ടാക്കാം. അതിനായി ഒരു മിക്സി എടുത്ത് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ല മഷിയായിട്ട് അരച്ചെടുക്കുക. പൈനാപ്പിൾ കഷ്ണങ്ങൾ 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെയാണ് വേവിക്കാറ്. വേവിച്ച പൈനാപ്പിൾ കഷ്ണങ്ങളിലോട്ട് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച മസാല ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ലിഡ് വെച്ച് മൂടി തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ആറാൻ വേണ്ടി മാറ്റി വെക്കണം. ആറിയതിന് ശേഷം മാത്രമേ 1/4 കപ്പ് കടഞ്ഞ തൈര് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതും നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു സോസ് പാൻ എടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുകും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുത്തതിന് ശേഷം 3 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വറുത്തതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ പച്ചടിയിലോട്ട് ചേർക്കുക. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇളക്കുക. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡിയായി.